നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കൊപ്പമുള്ളത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കെ പ്രവീണാണ്. ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ കാൽമുട്ടിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ എന്തെല്ലാമായിരിക്കും? അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാൽമുട്ടിൽ പൊതുവെ ബാധിക്കുന്നത് വാദങ്ങളാണ്. സന്ധിവാദമാകാം, ആമവാദമാകാം, ലിഗമെന്റുകളുടെ ഇഞ്ചുറി കൊണ്ട് സംഭവിക്കാം, ട്യൂബർക്കുലോസിസ്, TB, അങ്ങനെ പല രീതിയിലും തേയ്മാനം മുട്ടിന് സംഭവിക്കാം. അപ്പം ഏറ്റവും കൂടുതൽ പ്രായം ആകുന്തോറുമാണ് ഈ സന്ധിവാദം വരുന്നത്. അതായത് നമ്മളൊരു ചെരുപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറേ വർഷത്തെ ഉപയോഗം കാരണം തേഞ്ഞു പോകുന്നത് പോലെ തന്നെ നമ്മുടെ മുട്ടിന്റെ ഉപയോഗം കാരണം തേഞ്ഞു പോകുന്നതാണ് മുട്ടിന്റെ തേയ്മാനം അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ലിഗമെന്റുകളുടെ ഇഞ്ചുറി. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പം പല ടർഫുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പം ആൾക്കാർ വളരെ കൂടുതൽ ഇപ്പം കളിക്കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് കാരണം ലിഗമെന്റിന് ഇഞ്ചുറി സംഭവിക്കും. ഈ ലിഗമെന്റ്സിന് സംഭവിക്കുന്ന ഇഞ്ചുറീസ് നമ്മൾ അഡ്രസ്സ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ മുട്ടിലോട്ട് തേയ്മാനം പോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് ചില അസുഖങ്ങൾ, ആമവാദം, ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ, ഇതുപോലുള്ളത് മുട്ടിനെ ബാധിച്ചു കഴിഞ്ഞാലും തേയ്മാനം സംഭവിക്കാം. ഡോക്ടർ, അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് ചോദിക്കുകയാണ്, ഈ കാൽമുട്ട് വേദന വരുന്നതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? പ്രധാന കാരണങ്ങൾ എന്തെല്ലാമായിരിക്കും? കാൽമുട്ടിന്റെ വേദന പല പല കാരണങ്ങളുണ്ടാവും. കാൽമുട്ടിന്റെ ഘടന തന്നെ അതിനകത്ത് എല്ലുകൾ ഉണ്ട്. കാലിന്റെ അഗ്രഭാഗത്ത് വരുന്ന എല്ലുകളുണ്ട്, ഉള്ളിൽ ലിഗമെന്റുകളുണ്ട്, വാഷറുകളുണ്ട്, ചുറ്റിനും വരുന്ന ആവരണമുണ്ട്, പുറകിലോട്ട് വരുന്ന ബർസയുണ്ട്. അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് ഒരു മുട്ടിന്റെ ജോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം ഈ ജോയിന്റിൽ വരുന്ന ഏതെങ്കിലും ഒരു ഭാഗത്ത് വരുന്ന ഒന്നെങ്കിൽ നീർവീക്കമോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ ഒക്കെ നമ്മുടെ മുട്ടിന് വേദന ഉണ്ടാക്കാൻ കാരണമാകാം. ഡോക്ടർ, ഇപ്പോൾ ഞാൻ 2 ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴും കാൽമുട്ടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇതിനുള്ള പരിഹാരങ്ങൾ എന്തെല്ലാമായിരിക്കും? ചികിത്സാ രീതികളൊക്കെ? ചികിത്സാ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് പാർട്ടാണ്, ഏത് ഘടന, മുട്ടിന്റെ ഏത് ഭാഗമാണോ ഇഞ്ചുറി ആയിരിക്കുന്നത് അല്ലെങ്കിൽ വേദന എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അത് കറക്റ്റായിട്ട് ചെയ്യുകയാണ്. അതിൻ്റെ രോഗനിർണയം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ചികിത്സയും പൂർണ്ണമായിട്ടും അവർക്ക് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ഇനീഷ്യൽ സ്റ്റേജസിലെല്ലാം നമുക്ക് മരുന്നുകൾ, അതുപോലെ തന്നെ റെസ്റ്റ്, ഐസ്, അങ്ങനെയുള്ള എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം കുറേ ആൾക്കാർക്ക് ഈ ഞൊടിയിലുള്ള വേദന മാറിക്കിട്ടും. പിന്നെ അതിനുശേഷം മരുന്നുകൾ കൊണ്ടുണ്ട്, എക്സസൈസുകളുണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീജനറേറ്റീവ് തെറാപ്പി, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയുടെ റീജനറേറ്റീവ് തെറാപ്പി ഉണ്ട്, സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഫിസിയോതെറാപ്പി ഉണ്ട്. അങ്ങനെ പിന്നെ വേദനയെല്ലാം പെട്ടെന്ന് മാറണം അല്ലെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് സർജറി വേണ്ടി വന്നേക്കാം. ഡോക്ടർ, ഇപ്പോൾ ഡോക്ടർ സർജറിയെ കുറിച്ച് പരാമർശിച്ചു. ഈ ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നത് എപ്പോഴെല്ലാമായിരിക്കും പ്രധാനപ്പെട്ട സമയങ്ങൾ? മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത് നമ്മുടെ ദൈനംദിനം ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടായി വരുമ്പോഴാണ്. വേദന കാരണം ദൈനംദിന ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടായി വരുന്നു. രണ്ടാമത് നമ്മുടെ കാലുകളുടെ വളവ്, കാല് നേരെ നിൽക്കേണ്ട കാല് ഈ തേയ്മാനം കാരണം ഒന്നെങ്കിൽ ഉള്ളിലോട്ടോ അല്ലെങ്കിൽ പുറത്തോട്ടോ വളഞ്ഞു പോകുന്ന അവസ്ഥ വരുമ്പോഴും നമുക്ക് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമായി വരാം. ആദ്യം മരുന്നുകൾ ഒക്കെ നോക്കി, ബ്രേസുകൾ, ഫിസിയോതെറാപ്പി, എക്സസൈസുകളെല്ലാം ചെയ്തു, ഇഞ്ചെക്ഷൻസ് എടുത്തു. അങ്ങനെ പല പല സ്റ്റേജിൽ മുട്ടിന്റെ തേയ്മാനം പൊതുവെ 4 സ്റ്റേജുകളാണുള്ളത്. അതിൽ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആൾക്കാർക്കാണ് പൊതുവെ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിർദ്ദേശിക്കുന്നത്. ഡോക്ടർ, ഇപ്പോൾ സംശയവുമായൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്ന് മോഹനനാണ്. മോഹനൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 68 വയസ്സായി. അപ്പോ ഞാന് ഒരു സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കാലിന്റെ മുട്ടിന് ചെറിയ കൂടുതലായിട്ട് ബെൻഡ് വന്നു, വേദന വന്നു. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ. മോഹനൻ ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. അപ്പോ പിന്നെ
സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കാല് കുറച്ച് കൂടുതൽ ബെൻഡായി. പിന്നെ നെക്സ്റ്റ് ഡേ മുതൽ കാലിന് നല്ല മുട്ടിന് വേദന വന്നു. വേദന വന്ന് ഞാൻ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ എക്സ്റേ എടുത്ത സമയത്ത് ഒരു ഭാഗത്ത് എല്ലുകളുടെ അടുപ്പം കുറഞ്ഞിട്ടുണ്ട്. എല്ലിന്റെ ബിറ്റ്വീൻ ഗ്യാപ്പ് യൂണിഫോമിലല്ല. ഒരിടത്ത് കുറച്ച് കൂടുതലായിട്ട് പിന്നെ ഗ്യാപ്പ് വളരെ കുറവാണ്. അങ്ങനെ എനിക്ക് വേദന വന്ന് കുറച്ച് ഫിസിയോതെറാപ്പിക്ക് അഡ്വൈസ് ചെയ്ത് അതൊക്കെ ചെയ്ത് ഇപ്പോ വേദന കുറഞ്ഞിട്ടുണ്ട്. അല്ല, പിന്നെ ഞാൻ വീണ്ടും ഡോക്ടറെ പോയിട്ട് എക്സ്റേ എടുത്ത സമയത്ത് ഗ്യാപ്പ് യൂണിഫോം ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കാലിന് ഫുള്ളായിട്ട് മടക്കാൻ പറ്റില്ല. മടക്കുന്ന വേദന വരുന്നുണ്ട്, നടക്കുമ്പോൾ വേദന വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ എനിക്ക് മാറി കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയാണ് എന്നറിയാൻ. 68 വയസ്സ് എന്നല്ലേ പറഞ്ഞത്? എന്തോ? ഹലോ, അതെ ഡോക്ടർ, 68 വയസ്സെന്നാണ് പറഞ്ഞത്. ഹലോ, 68 വയസ്സിൽ നിങ്ങൾ ആദ്യമായി പറഞ്ഞ പോലെ സ്റ്റെപ്പ് ഇറങ്ങിയ സമയത്ത് ലിഗമെന്റിന്റെ ബാലൻസ് തെറ്റിയത് കൊണ്ടായിരിക്കാം ഒരു വേദന അവിടെ ഉത്ഭവിച്ചത്. ആ ലിഗമെന്റ് പിന്നെ ഈ പറഞ്ഞതുപോലെ രണ്ടിന്റെയും ഇടയ്ക്ക്, നമ്മുടെ മുട്ടിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് വാഷർ ഉണ്ട്, നമ്മുടെ മെനിസ്കസ് എന്ന് പറയും. മോസ്റ്റ്ലി ആ മെനിസ്കസിന് വന്ന ഡാമേജ് ആയിരിക്കണം നിങ്ങൾക്ക് മുട്ട് മടക്കാൻ ഇപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ വരുന്നതും ഒത്തിരി നേരം നിൽക്കുമ്പോഴുള്ള വേദനയും. എല്ല് തമ്മിൽ മുട്ടുന്നു എന്ന് പറഞ്ഞത് ഒരു തേയ്മാനത്തിന്റെ ലക്ഷണമാണ്. പക്ഷെ രണ്ടാമത്തെ എക്സ്റേയിൽ അത് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പം നമുക്ക് സംശയമായിട്ടുള്ളത് മെനിസ്കസ് അല്ലെങ്കിൽ വാഷറിന് വന്ന പരിക്കാണ് അതിന് കാരണമായിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു MRI സ്കാൻ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ചിട്ട് ആ പരിക്കിന്റെ വ്യാപ്തി അനുസരിച്ചിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് വരുന്നത്. അത് പൂർണ്ണമായിട്ടും മാറി എടുക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായും ഡോക്ടർ മോഹനനെ വ്യക്തമായി കാണുമെന്ന് കരുതുന്നു. നമ്മൾ പ്രേക്ഷകന് മുന്നേ സംസാരിച്ചു കൊണ്ടിരുന്നത് കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെ പറ്റിയാണ്. അത് ആവശ്യമായി വരുന്നത് എപ്പോൾ, ആർക്കൊക്കെയാണ് ഇത് വേണ്ടി വരുന്നത് എന്നതിനെ പറ്റിയാണ്. ഡോക്ടർക്ക് തുടരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുട്ടിന്റെ തേയ്മാനം 3ാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ 4ാമത്തെ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ മുട്ടിന്റെ വളവ് വന്ന ആൾക്കാർ, കാല് ഏറ്റവും കൂടുതൽ ഉള്ളിലോട്ട് വളയുകയാണ് ചെയ്യുന്നത്. പോലെ വളയുന്ന കാലുകൾ, പുറത്തോട്ട് വളയുന്ന കാലുകൾ, ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൂടുതലും പ്രായം 60-65 ആ ഒരു പ്രായം കഴിയുന്ന ആൾക്കാർക്കാണ് തേയ്മാനം കാരണം വരുന്ന മുട്ടുവേദനയ്ക്ക് നമ്മൾ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഡ്വൈസ് ചെയ്യുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എങ്ങനെയാണ്, നൂതന സംവിധാനങ്ങൾ? കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയൽ പഴയതുപോലെ അല്ലാതെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ മാനേജ്മെന്റ്, അതായത് നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുട്ടിന് വേദന കുറയുന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായിട്ടുള്ള രീതി. പണ്ടൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിനോട് റെസ്റ്റ് എടുക്കാൻ പറയുമായിരുന്നു. നടക്കാൻ ബുദ്ധിമുട്ട്, നടക്കാൻ തുടങ്ങാനൊക്കെ കാലതാമസം, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മുട്ട് മടങ്ങിയെടുക്കാനൊക്കെ താമസം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്നാമത് തന്നെ നമ്മുടെ ടെക്നോളജി ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സിന്റെ ഡിസൈനിൽ തന്നെ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ നമുക്ക് ഓപ്പറേഷൻ കഴിയുമ്പോൾ തന്നെ അടുത്ത ദിവസം തന്നെ ചില സ്ഥലങ്ങളിൽ അന്നേ ദിവസം തന്നെ നമുക്ക് നിൽക്കാൻ പറ്റും, നടത്തിയും തുടങ്ങാൻ പറ്റും, മുട്ടും മടക്കുകയും നിവൃത്തിയും എല്ലാം ചെയ്യാൻ പറ്റും. വേദന കുറയാൻ വേണ്ടി ഇപ്പോൾ എപ്പിഡ്യൂറൽ അനാൽജീസിയ, അനസ്തീഷ്യ വിഭാഗത്തിന്റെ സഹായത്തോടെ എപ്പിഡ്യൂറൽ അനസ്തീഷ്യ ഉണ്ട്. അതേപോലെ തന്നെ ലോക്കലായിട്ടുള്ള ഇൻഫിൽട്രേഷൻസ് കോക്ടെയിൽസ് എല്ലാം ഉണ്ട്. അതെല്ലാം നമ്മുടെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദന വളരെ കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് നടന്നു തുടങ്ങാൻ സാധിക്കുന്നതാണ് ഇപ്പോഴത്തെ ചികിത്സാ രീതി വെച്ചിട്ട്. അധികം ബെഡ് റെസ്റ്റ് എന്നുള്ളൊരു സംഭവം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. ഡോക്ടർ, അതുപോലെ തന്നെ കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സങ്കീർണതകൾ എന്തെല്ലാമായിരിക്കും? ഏറ്റവും കൂടുതൽ നമുക്ക് കോംപ്ലിക്കേഷൻസ് എന്ന് പറയാൻ ഉള്ളത് ഇൻഫെക്ഷൻ ആണ്. ആ ഇൻഫെക്ഷൻ തന്നെ 1% താഴെയാണ് ഇൻഫെക്ഷന്റെ റേറ്റ് നമ്മുടെ ശരീരത്തിൽ. അതുകൊണ്ട് തന്നെ ഓപ്പറേഷനെക്കാട്ടിലും മുൻപേ നമ്മുടെ ശരീരത്ത് വേറെ എങ്ങും അണുബാധ ഇല്ല എന്ന് നോക്കി വേണം നമുക്ക് സർജറി യൂഷ്വലി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ത്രൂട്ടിന്റെ ഡോക്ടർ, പല്ലിന്റെ ഡോക്ടർ, ചെസ്റ്റിന്റെ ഡോക്ടർ,
കാർഡിയോളജിസ്റ്റ്, ഫിസീഷ്യന്, യൂറിൻ കൾച്ചർ, അങ്ങനത്തെ യൂറിൻ ഇൻഫെക്ഷൻ ഒന്നുമില്ല, അങ്ങനെ ശരീരത്തിൽ ഇൻഫെക്ഷൻസ് ഒന്നുമില്ല എന്ന് നമ്മളൊന്ന് ടെസ്റ്റുകളെല്ലാം ചെയ്ത് പരിശോധിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ശസ്ത്രക്രിയയിലോട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ഈ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് ഏതൊരു ശസ്ത്രക്രിയക്കും ഉള്ളതുപോലെ തന്നെ 1% താഴെയാണ് ഇൻഫെക്ഷനുള്ള സാധ്യതയുള്ളത്. ഏറ്റവും കൂടുതൽ വരുന്ന കോംപ്ലിക്കേഷൻ അതാണ്. പിന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് DVT അല്ലെങ്കിൽ രക്തങ്ങളിലുള്ള ബ്ലോക്ക് പോലുള്ളതെല്ലാം വളരെ ലെസ് ദാൻ 0.5% മാത്രമേ അതിനുള്ള സാധ്യതകൾ ഉള്ളൂ. പിന്നെ ഈ ശസ്ത്രക്രിയ വളരെ ഡിലേഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മുടെ മുട്ട് വളഞ്ഞു തുടങ്ങി എന്നിട്ടും വളവിൽ തന്നെ കുറേ നാൾ നടന്ന് വരുന്ന ആൾക്കാർക്ക് ഉള്ളിലത്തെ ലിഗമെന്റുകളെല്ലാം വളരെ ടൈറ്റ് ആവുകയും ഒരു സൈഡിലെ ലിഗമെന്റ് ഭയങ്കര ലൂസ് ആവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഞരമ്പിനൊക്കെ വലിച്ചിൽ വരാൻ സാധ്യതയുണ്ട്. ഞരമ്പിൻ്റെതായിട്ടുള്ള വേദന അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒത്തിരി ഡിലേ ആകാതെ എത്രയും നേരത്തെ ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ സർജറി ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട്സും അതുപോലെ തന്നെ മെച്ചപ്പെട്ടതായിരിക്കും. ഒത്തിരി ഡിലേഡ് ആയിട്ടുള്ള സർജറീസ് വരുമ്പോൾ കോംപ്ലിക്കേഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. ഡോക്ടർ, നമ്മളിപ്പോൾ ശസ്ത്രക്രിയയെ പറ്റിയാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം കാൽമുട്ട് പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്കാകുമോ? തീർച്ചയായിട്ടും നമ്മുടെ സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നമ്മൾ നേരത്തെ, അതായത് 40 വയസ്സിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മുട്ട് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശസ്ത്രക്രിയ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് സർജറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട്സ് വളരെ നല്ലതായിരിക്കും. ഒത്തിരി ഡിലേഡ് ആയിട്ട് അല്ലെങ്കിൽ കാല് ഒത്തിരി വളഞ്ഞ് ലിഗമെന്റ്സ് എല്ലാം ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് ചെയ്യുന്ന ശസ്ത്രക്രിയയെക്കാട്ടിലും നേരത്തെ തന്നെ ചെയ്യുന്ന ഒരു ശസ്ത്രക്രിയ ആണ് എപ്പോഴും റിസൾട്ട്സ് നല്ലതായിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാൽമുട്ട് അതായത് ഒരു 40 വയസ്സിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് മടങ്ങാനും നിവർത്താനും സ്റ്റെപ്പ് കയറാനും നിരപ്പല്ലാത്ത സ്ഥലത്തൂടെ നടക്കാനും സ്പീഡിൽ നടക്കാനും ഒക്കെ സാധിക്കുന്നതാണ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം. ഇപ്പോഴത്തെ ഒരു ഇംപ്ലാന്റ് ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ തറയിൽ ഇരുന്ന് എഴുന്നേക്കുന്ന അല്ലെങ്കിൽ ചമ്രം മടഞ്ഞ് എഴുന്നേൽക്കുന്ന ഒരു രീതിയിൽ ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. തേയ്മാനം നമ്മൾ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ഒരു ഹൈ പോളിയെത്തിലീൻ പ്ലാസ്റ്റിക് ഉണ്ട്, അത് തേഞ്ഞു പോകാതിരിക്കാൻ നല്ലത്. കഴിയുന്നതും ഒരു ഹൈ ഫ്ലെക്ഷൻ അല്ലെങ്കിൽ ഒത്തിരി മടങ്ങിയിരിക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ബാക്കിയെല്ലാം നോർമൽ ഒരു മുട്ട എങ്ങനെയാണോ അങ്ങനെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഡോക്ടർ, അതുപോലെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടല്ലോ, ഈ റെസ്റ്റ്, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ, അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെല്ലാം ശ്രദ്ധിക്കണം? ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു ചെറിയൊരു സ്ട്രെസ് തന്നെയാണ് ശസ്ത്രക്രിയ. അപ്പോൾ നമുക്ക് മുറിവ് ഉണങ്ങാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളെല്ലാം കഴിക്കുക എന്നുള്ളതാണ്. മുറിവ് ഉണങ്ങാൻ വേണ്ടി ആദ്യത്തെ നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ് മോസ്റ്റ്ലി എല്ലാ സർജറി സെന്ററിലും ഇപ്പോൾ അടുത്ത ദിവസം തന്നെ നിർത്തുകയോ നടത്തുകയോ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പം ഒരു വോക്കറിന്റെ സഹായത്തോടെയാണ് ആദ്യം നടക്കുന്നത്. ആ വോക്കറിന്റെ സഹായത്തോടെ തന്നെ വീട്ടിലെല്ലാം നടക്കും. വീട്ടിനകത്ത് കാര്യങ്ങൾ, ബാത്റൂമിൽ പോകാനും എല്ലാം സ്വന്തം കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നൂതനമായിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇപ്പം ഉള്ളത്. അപ്പോൾ ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേക്കിനും നമ്മൾ വോക്കറിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ആഴ്ചയിൽ മോസ്റ്റ്ലി സ്റ്റിച്ചുകൾ, അപ്പം മുറിവ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ചുകൾ എടുക്കുന്നതായിരിക്കും. 2 മുതൽ 4 ആഴ്ച സമയം വരെ നമുക്ക് കുറച്ച് എക്സസൈസുകൾ ഉണ്ടാവും. അത് വീട്ടിൽ ചെയ്യാവുന്ന, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്ന കുറച്ച് എക്സസൈസുകളാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ചില ആൾക്കാർക്ക് മടി കാരണം ചെയ്യാനോ അല്ലെങ്കിൽ വേറൊരാളുടെ സഹായം വേണം എന്നുള്ള ആൾക്കാർക്ക് മാത്രം ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായം വേണ്ടിവരും. അല്ലാത്തവർക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് പഠിപ്പിച്ചു വിടുന്നത്. ആ എക്സസൈസുകൾ ചെയ്യുക. 1 മാസം ആകുമ്പോഴത്തേക്കിനും നമുക്ക് പതുക്കെ വോക്കർ മാറ്റി നടന്നു തുടങ്ങാവുന്നതാണ്. 6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനും സ്റ്റെപ്പ് കയറി തുടങ്ങാം. ചില ആൾക്കാർക്ക് ചില സ്ഥലങ്ങളിൽ കുറച്ചുകൂടെ നേരത്തെ തന്നെ സ്റ്റെപ്പ് കയറ്റി തുടങ്ങാറുണ്ട്. അതെല്ലാം ഓരോരോ ഡോക്ടേഴ്സിന്റെ പ്രോട്ടോകോൾസ് അനുസരിച്ചിട്ടാണ് അവർ തീരുമാനിക്കുന്നത്. മുട്ടിന്റെ ഘടന, മുട്ടിന്റെ ലിഗമെന്റിന്റെ സ്റ്റേറ്റസ്, ഇതെല്ലാം വെച്ചിട്ടാണ് എപ്പോഴാണ് മുട്ട് മടങ്ങുന്നത്, എപ്പോഴാണ് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നത്, എങ്ങനത്തെ സമയത്ത് നടക്കാം എന്നൊക്കെ സാധാരണ രീതിയിൽ പറയുന്നത്. നമ്മൾ പുറത്തെല്ലാം ഇറങ്ങി സാധാരണ രീതിയിൽ നമ്മൾ നോർമൽ പഴയതുപോലെ ആകാൻ ഏകദേശം ഒരു 3 months ടൈമാണ് നമ്മൾ ഏകദേശം കണക്കാക്കുന്നത്. വ്യക്തമാണ് ഡോക്ടർ. നമ്മുടെ ഇന്നത്തെ വിഷയം കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നതും. പക്ഷെ പലപ്പോഴും ഈ കാൽമുട്ട് വേദന വരുമ്പോൾ ഇത് ശസ്ത്രക്രിയയിലോട്ട് എത്താതെ തന്നെയുള്ള ചികിത്സാ രീതികൾ ഉണ്ടാകില്ലേ? അതെന്തെല്ലാമായിരിക്കും?
തീർച്ചയായിട്ടും. ഇനീഷ്യൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു ചെരുപ്പ് മേടിച്ചു കഴിഞ്ഞാൽ അത് തേഞ്ഞു തുടങ്ങാൻ 1 വർഷം സമയം എടുത്തെന്നിരിക്കാം. നമ്മുടെ കാൽമുട്ടും ഇതേപോലെ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏകദേശം ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴാണ് പതുക്കെ തേയ്മാനത്തിന്റെ തുടങ്ങുന്നത്. ചിലപ്പോൾ 60 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ചിലർക്ക് വരുന്നത്. സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ കുറച്ചുകൂടെ നേരത്തെ തേയ്മാനം വരും. ഓഫീസ് വർക്ക് ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടേ തേയ്മാനം വരുള്ളൂ. അപ്പം അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ എക്സസൈസുകൾ ആദ്യം ഇനീഷ്യൽ ഫേസസിൽ നീർക്കെട്ട് തേയ്മാനം കാരണം നീർക്കെട്ട് വരാൻ സാധ്യതയുണ്ട്. ആ നീർക്കെട്ടിന് നമ്മൾ 1, 2, 5 ദിവസം വരെ മരുന്ന് കഴിക്കുമ്പോൾ നീർക്കെട്ട് കുറയും. അതിനുശേഷം തേയ്മാനത്തിന്റെ ടാബ്ലറ്റ്സ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഒരു ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് പോലെയാണ് ആ തേയ്മാനത്തിന്റെ ടാബ്ലറ്റ്സ്. അത് 1 മുതൽ 3 മാസം വരെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതിൽ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് വലിയ അഡ്വാൻറ്റേജസ് ഉള്ളതായിട്ട് പഠനങ്ങൾ വന്നിട്ടില്ല. ചിലർക്ക് അത് പ്ലസീബോ എഫക്ട്, ചിലർക്ക് അത് കഴിക്കുന്നത് കൊണ്ട് ചിലർക്ക് വ്യത്യാസം ഉള്ളതുപോലെ തോന്നുന്ന ഒരു രീതിയും കണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ബേസിക്കലി നീർക്കെട്ട് കുറയാൻ വേണ്ടി കുറച്ച് നാളത്തേക്കിന് മരുന്നുകൾ, അതിനുശേഷം തേയ്മാനത്തിന്റെ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ്, മോസ്റ്റ്ലി എക്സർസൈസുകളാണ്. മുട്ടിന് വേണ്ടി ഉള്ള തേയ്മാനത്തിന് വേണ്ടിയുള്ള എക്സർസൈസുകളാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് എക്സർസൈസുകളൊക്കെയാണ് ആദ്യം ഇനീഷ്യലി അഡ്വൈസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പല സ്റ്റേജുകളുണ്ട് തേയ്മാനത്തിന്റെ. അപ്പോൾ ഇനീഷ്യൽ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, ഈവൻ തേർഡ് സ്റ്റേജ്, വളവ് വരുന്നതിനേക്കാളും മുമ്പുള്ള തേർഡ് സ്റ്റേജിൽ പോലും നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. ഈ പറയുന്ന സ്റ്റേജുകളിൽ തന്നെ നമ്മൾക്ക് മുട്ടിനകത്ത് ഇഞ്ചക്ഷൻസ്, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റീജനറേറ്റീവ് തെറാപ്പി, അതായത് PRP, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പോലുള്ള ഇഞ്ചക്ഷനുകൾ എടുത്തു കഴിഞ്ഞാൽ ആ തേഞ്ഞു പോയ തരുണാസ്ഥി വളർന്നു വരാനുള്ളൊരു സാധ്യത പഠനങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും ഇപ്പോൾ വന്നൊരു നൂതന ചികിത്സാ രീതിയാണ്. പിന്നെ ഉള്ളത് ഫിസിയോതെറാപ്പി. താല്പര്യം ഭയങ്കരമായിട്ടുള്ള നീര് വേദന എന്നുള്ളവർക്ക് നമുക്കൊരു 5 ദിവസമോ 7 ദിവസമോ ഒക്കെ മുട്ടിനകത്തോട്ടുള്ള ഫിസിയോതെറാപ്പി കുറച്ച്. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. സംശയമായി മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പേരാമ്പ്രയിൽ നിന്ന് ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ചോദിച്ചോളൂ, ഡോക്ടർക്ക് കേൾക്കാം. കാല് വേദന. ഹലോ ബാലകൃഷ്ണൻ, ദയവ് ചെയ്ത് ടിവിയുടെ വോല്യൂം ഒന്ന് കുറച്ച് ഡോക്ടറോട് ചോദിക്കാമോ? ഡോക്ടർ പറയുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ. ഹലോ ബാലകൃഷ്ണൻ, ടിവിയുടെ വോല്യൂം ഒന്ന് കുറയ്ക്കാമോ? പേരാമ്പ്രയെന്ന് ബാലകൃഷ്ണനാ ചോദിക്കുന്നത്. പേരാമ്പ്രയെന്ന് ബാലകൃഷ്ണനാ. ബാലകൃഷ്ണൻ, പേരും സ്ഥലവും എല്ലാം വ്യക്തമാണ്. ദയവ് ചെയ്ത് ടിവിയുടെ വോല്യൂം ഒന്ന് കുറച്ചുകൊണ്ട് ഡോക്ടറോട് ചോദിക്കാമോ? ഡോക്ടർ പറയുന്നതിൽ മാത്രം ശ്രദ്ധിക്കൂ. എനിക്ക് മുട്ട് 65 വയസ്സുണ്ട് എനിക്ക്. ബാലകൃഷ്ണൻ, എത്ര വയസ്സുണ്ട്? 65 വയസ്സുണ്ട് എനിക്ക്. മുട്ട് വേദന 2-3 മാസമായി. എക്സ്റേ ഒക്കെ എടുത്ത് എക്സ്റേയില് തേമാനുണ്ടെന്ന് അങ്ങനെ തന്നെ നട്ടല്ലേനും തേമാനെന്ന് പറയുന്നത്. ഭയങ്കര വേദനയാണ് മുട്ടിന്. അദ്ദേഹത്തിന് 65 വയസ്സുണ്ട്. വളവുകൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? പുറമേ നിന്ന് നോക്കിയാൽ മുട്ടിൽ വളവുള്ളതുപോലെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡോക്ടർ, അദ്ദേഹം ടിവിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടർ ചോദിക്കുന്നതിലോട്ട് ശ്രദ്ധ എത്തുന്നില്ലെന്നാണ് മനസ്സിലാക്കാൻ. മറ്റൊരു പ്രേക്ഷക ചേരുന്നുണ്ട്. രമയാണ്. രമ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, ഞാൻ ചേർത്തലയിൽ നിന്ന് വിളിക്കുവാണ്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. ഹസ്ബൻഡിന് കുറച്ച് നാളായി മുട്ടിന് നല്ല വേദനയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഓർത്തോ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു. ഓർത്തോ ഡോക്ടറെ കാണിച്ചിട്ട് ഡോക്ടർ പറഞ്ഞത് എക്സ്റേ എടുത്ത് കാണിക്കാൻ പറഞ്ഞപ്പോ പിന്നെ മുട്ടിന് തേയ്മാനമാണ്, അതിന് പിന്നെ സർജറി ചെയ്താൽ കൊള്ളാം, അല്ല എന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്താൽ മാറും. പിന്നെ നമുക്കിപ്പോ ഇച്ചിരി കാൽസ്യം ഗുളികയും, വലിയ തേയ്മാനമില്ല, കാൽസ്യം ഗുളികയും പിന്നെ മുട്ടിന്
രമയുടെ ഹസ്ബൻഡ് എന്ത് വയസ്സുണ്ട്? ബാൻഡേജ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ ഈ വേദന വലിയ പ്രശ്നമില്ലെന്നും പറയുന്നു. വയസ്സ് 72. 72. ആദ്യമായിട്ടാണോ ഇപ്പോഴും മുട്ടിന് വേദന വരുന്നത്, അതോ നേരത്തെ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരുന്നോ? ഡോക്ടർ, ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുണ്ട്, തേയ്മാനം എന്നാണ് പറഞ്ഞതെന്നാണ് രമ പറഞ്ഞത്. ഭർത്താവിന് 72 വയസ്സുണ്ടെന്നാണ് പറഞ്ഞത്. ഡോക്ടർക്ക് മറുപടി പറയാം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന വേദനയായിരുന്നു. ഇപ്പോൾ 72 വയസ്സായിട്ടുണ്ടെങ്കിൽ അത് തേയ്മാനത്തിന്റെ ഒരു 2-ഓ 3-മത്തെ സ്റ്റേജ് ആയിരിക്കാം. അത് എക്സ്റേ കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഡെയിലി ആക്ടിവിറ്റീസ്, നമ്മുടെ ദൈനംദിന ആക്ടിവിറ്റീസ് ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് നല്ലത്. അതിനെക്കാട്ടിലും അല്ല, നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ അത് ബാധിക്കുന്നില്ല, നമ്മുടെ ജോലികളൊക്കെ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുന്നുണ്ട്, വല്ലപ്പോഴും വരുന്ന വേദനയാണെന്നുണ്ടെങ്കിൽ മരുന്നും എക്സർസൈസും മാത്രം മതിയാവും. രമയ്ക്ക് വ്യക്തമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകനുണ്ട്, മലപ്പുറത്ത് നിന്നും ശിവദാസനാണ്. ശിവദാസൻ, ഡോക്ടറോട് ചോദിച്ചോളൂ. ചോദിച്ചോളൂ സാർ. എനിക്ക് കാലിന്റെ മുട്ടിന്റെ പാട പൊട്ടിയതാണെന്നാ പറഞ്ഞത്. MRI സ്കാനൊക്കെ എടുത്തതാണ്. കാലിന്റെ മുട്ടിന്റെ പാട പൊട്ടിയതാണ്, അത് നീക്കം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അത് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടാവുക എന്നുള്ളത് അറിയേണ്ടത്. എത്ര വയസ്സുണ്ട്? ശിവദാസൻ, എത്ര വയസ്സുണ്ട്? ബുദ്ധിമുട്ട്, നടക്കുമ്പോ കാല് കുളത്തി പോവുക, കുറച്ച് നീരും വരുന്നുണ്ട്. ഹലോ, കേൾക്കാമോ? ശിവദാസൻ, ഡോക്ടർ ചോദിച്ചത് ശിവദാസൻ എത്ര വയസ്സുണ്ടെന്നാണ് ഡോക്ടർ ചോദിച്ചത്. 56 വയസ്സ്. ഓക്കെ. നമ്മുടെ കാലിന്റെ പാട പൊട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മോസ്റ്റ്ലി മെനിസ്കസ്, അതിന്റെ ഉള്ളിലുള്ള വാഷറിനുള്ള പരിക്കാണ് ഉദ്ദേശിക്കുന്നത്. അത് ഇടയ്ക്ക് കാല് ഈ പറഞ്ഞ പോലെ ബ്ലോക്ക്, മുട്ടുമടക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കീ ഹോൾ സർജറി വഴി അത് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അത് എടുത്തു മാറ്റുന്നത് കൊണ്ട് ദോഷങ്ങളായിട്ട് ഒന്നും തന്നെ സംഭവിക്കാനില്ല. നമ്മൾ എടുത്തു മാറ്റുന്നത് യൂഷ്വലി പെരിഫറൽ, നമ്മൾ ഉള്ളിലുള്ള കുറച്ചൊരു ഭാഗമാണ്, ആ ഒരു ബ്ലോക്ക് ഉണ്ടാക്കുന്ന ഒരു ഭാഗം മാത്രമാണ് എടുക്കുന്നത്. അത് എടുക്കുന്നത് കൊണ്ട് യങ് ഏജസ്, വളരെ ചെറുപ്രായത്തിലുള്ള, ഇപ്പോൾ 20 മുതൽ 40 വയസ്സുള്ള ആൾക്കാർക്കാണ് എടുക്കുന്നതെങ്കിൽ അതൊരു 10-15 വർഷത്തിന് ശേഷം തേയ്മാനം ഉണ്ടാകാൻ ഒരു 5% സാധ്യത കൂടുതലുണ്ട്. 56 വയസ്സ് വരുന്ന ആൾക്ക് ആ ഒരു ഇത് എടുക്കുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയില്ല. കൂടുതൽ മറിച്ച് വേദനയൊക്കെ കുറയാനാണ് സാധ്യതയുള്ളത്. ശിവദാസന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെയേറെ സംശയങ്ങളും ആകുലതകളും ഒക്കെയുള്ള ഒരു വിഷയമാണ്. പക്ഷേ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് പത്തനംതിട്ട അടൂർ ലൈഫ് ലൈൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ കെ പ്രവീണാണ്. വളരെയധികം നന്ദി ഡോക്ടർ. താങ്ക് യു. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.